നമസ്കാരം പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ. യുണൈറ്റഡ് സ്കിൽസ് അക്കാദമി നൽകുന്ന ക്യാൻവ കോഴ്സിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഒരു വീഡിയോ എങ്ങനെ നമുക്ക് വളരെ ഈസി ആയിട്ട് ക്യാൻവയിൽ ഡിസൈൻ ചെയ്യാമെന്നുള്ളതാണ്. വീഡിയോ എഡിറ്റിംഗ് ആണ് ഇന്ന് പറയാൻ പോകുന്നത്. വീഡിയോ എഡിറ്റിങ്ങിനായി നമ്മൾ ആദ്യം ക്യാൻവ സൈറ്റ് ഓപ്പൺ ചെയ്ത ശേഷം ഇവിടെ ക്രിയേറ്റ് ഡിസൈൻ എന്ന് കാണാം. അത് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് വീഡിയോ ആണ് വേണ്ടത്. അതുകൊണ്ട് നമ്മൾ വീഡിയോ എന്ന് ടൈപ്പ് ചെയ്യും. ആ സമയത്ത് വീഡിയോ എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. ഇതെടുക്കുക. അതെടുത്തു കഴിഞ്ഞാൽ പുതിയൊരു സൈറ്റ് ഓപ്പൺ ആയി വരും. അവിടെയാണ് നമ്മൾ വീഡിയോ എഡിറ്റിംഗ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സാധാരണ ഒരു വീഡിയോയിൽ വേണ്ട എല്ലാ കാര്യങ്ങളും ടൈറ്റിൽ കൊടുക്കാം, അതിൽ സ്പീഡ് കൂട്ടണമെങ്കിൽ സ്പീഡ് കൂട്ടാം, ഇനി നമുക്കതിൽ ഓഡിയോ ആഡ് ചെയ്യണമെങ്കിൽ ഓഡിയോ ആഡ് ചെയ്യാം, എല്ലാം ഇതിൽ പറ്റും. ക്യാൻവയിലെ ഡിസൈനിങ്ങിന് ക്യാൻവയുടേതായ ചില സ്റ്റൈലുകളുണ്ട് എന്ന് മാത്രം. അപ്പോൾ നമുക്ക് ആദ്യം ഒരു വീഡിയോ ഇതിലേക്ക് എങ്ങനെ ലോഡ് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ എലമെൻറ്റ്സ് നമുക്ക് ഇവിടുന്ന് തന്നെ ക്യാൻവയിൽ നിന്ന് തന്നെ വീഡിയോ വേണം എന്ന് വിചാരിക്കാം. എന്നാൽ നമ്മൾ എന്ത് ചെയ്യണം? എലമെൻറ്റ്സ് എടുക്കുക. ഇപ്പോൾ നാച്ചുറൽ വീഡിയോ ആണ് വേണ്ടത്. നാച്ചുറുമായി ബന്ധപ്പെട്ട വീഡിയോ ആണ്, നാച്ചുറൽ എടുക്കുക. എന്നിട്ട് ഇവിടെ വീഡിയോസ് എന്ന് കാണാം, അതെടുക്കുക. അതെടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഇഷ്ടം പോലെ വീഡിയോസ് കാണാം. അപ്പോൾ ഈ വീഡിയോ എടുത്തിട്ട് ഇത് ക്ലിക്ക് ചെയ്ത് ഇങ്ങോട്ട് ഡ്രാഗ് ചെയ്താൽ മതി. ഇതൊരു ലെയറാണ്. ഇനി അടുത്തൊരു വീഡിയോ കൂടെ ഇതിലേക്ക് ആഡ് ചെയ്യണമെങ്കിൽ ഇത് അടുത്ത വീഡിയോ എടുത്തിട്ട് ഇങ്ങോട്ട് കൊടുത്താൽ മതി. ഓക്കെ, 2 വീഡിയോ ആയി. ഈ 2 വീഡിയോകൾ നമുക്ക് പ്ലേ ചെയ്ത് നോക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി. വീഡിയോ പ്ലേ ആവുന്നുണ്ട്. ഇനി നമുക്കിതിൽ 2 വീഡിയോസാണ് ഇവിടെ കൊടുത്തത്. ഈ 2 വീഡിയോസ് കൊടുക്കുന്ന സമയത്ത് ഇവ രണ്ടും കൂടെ യോജിക്കുന്ന ഒരു സമയമുണ്ട്. അതിനാണ് ട്രാൻസിഷൻ എന്ന് പറയുന്നത്. ഈ ട്രാൻസിഷൻ നമുക്ക് പല രീതിയിലും മാറ്റാൻ കഴിയും. അതാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. ഇവിടെ ട്രാൻസിഷൻ എന്നുള്ള ഭാഗത്ത് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ട്രാൻസിഷൻ ഇങ്ങനെ കണ്ടില്ലേ, ഇവിടെ ഇങ്ങനെ ഒരു ഡിസോൾവ് ആയിട്ട് കാണിക്കുന്ന രൂപമുണ്ട്, മാറി വരാൻ. ഇനി ഈ ഒരു വീഡിയോയിൽ നിന്ന് ഈ വീഡിയോയിലേക്ക് മാറുമ്പോൾ ഇത് ഒരു സ്ലൈഡായിട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്താൽ. അപ്പോൾ അതിന് ഡ്യൂറേഷൻ ഉണ്ട്. ഡ്യൂറേഷൻ പെട്ടെന്ന് പോകണമെന്നുണ്ടെങ്കിൽ അതുകൊണ്ടോ ഓരോന്നും നിങ്ങൾ സ്വന്തം ചെക്ക് ചെയ്ത് പഠിക്കണം. ടൈമിന് അതിൻ്റെ ഒരു സെക്കൻഡ് കൂടുതൽ കുറച്ച് ഇങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് പറയും. പെട്ടെന്നായി. അപ്പോൾ നമ്മൾ ഡ്യൂറേഷൻ ഒരിക്കലും കുറയ്ക്കരുത്, കുറച്ചൊക്കെ കൂട്ടി വെക്കണം. അതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. ഓക്കെ, ഒരു നോർമൽ സ്പീഡിലാണ് ആയിരിക്കും നിലവിൽ അത് കൊടുത്തിട്ടുണ്ടായിരിക്കുക. ഇനി പല രീതിയിലുള്ളതുണ്ട്. കണ്ടോ, ഇങ്ങനെ മാറി വരുന്നതുണ്ട്. ഒരു ലൈൻ വൈപ്പ് സർക്കിൾ, ഒരു വൃത്തത്തിൻ്റെ രൂപത്തിൽ ഇങ്ങനെ മാറി വരുന്നുണ്ട്. നോർമൽ ഒരു ഡ്യൂറേഷനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതാണ് ഇതിൽ ഡീഫോൾട്ടായിട്ട് വന്നിട്ടുണ്ടായിരിക്കുക. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഈ വീഡിയോ എഡിറ്റിംഗ് ആണ്. അതായത് ഇപ്പോൾ ഈ വീഡിയോ നമുക്ക് എന്ത് ചെയ്യണം? എഡിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ആദ്യം കൊടുത്ത വീഡിയോ ഉണ്ട്, ഇത് നമുക്ക് എഡിറ്റ് ചെയ്യാൻ ഇത് ക്ലിക്ക് ചെയ്യാം. മേലെ എഡിറ്റ് എന്ന് കാണിക്കുന്നുണ്ട്. എഡിറ്റ്, ആ എഡിറ്റ് എടുത്താൽ ഇവിടെ കുറേ ഫിൽറ്ററൊക്കെ കാണാം. ഫിൽറ്റേഴ്സ്, ഈ ഫിൽറ്റർ എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ആഫ്റ്റർ ഗ്ലോ, പല രീതിയിലുള്ള എഫക്റ്റുകൾ, സോളാർ എഫക്റ്റ്, എഡ്ജ് എഫക്റ്റ്, എപ്പിക്, വാം, അങ്ങനെയൊക്കെ കൂട്ടാം. കണ്ടില്ലേ? ഇതിനനുസരിച്ച് ചെറിയ ചെറിയ മാറ്റങ്ങൾ അവിടെ വന്നുകൊണ്ടിരിക്കും. ഇനി നമുക്കിത് ഇതിൻ്റെ ടൈം ഇത്രയും വേണ്ട എന്ന് നമ്മൾ വിചാരിക്കണം. ഇപ്പോൾ 10.6 സെക്കൻഡാണ് ഇതിൻ്റെ ടൈം. നമുക്കത് കുറച്ച് കുറക്കണം. ഒരു 5 സെക്കൻഡ് മതി എന്ന് വിചാരിക്കാം. നമ്മളെന്ത് ചെയ്യും? അവിടെ 5 സെക്കൻഡ് ആക്കി കൊടുക്കാം.
എന്നിട്ട് ഇവിടെ ഡൺ അടിച്ചു കഴിഞ്ഞാൽ ആ വീഡിയോ കുറഞ്ഞ് നമുക്ക് നോക്കുക, നേരത്തെ കാണിച്ചതിൻ്റെ അത്ര ലെങ്ത് ഉണ്ടായിരിക്കില്ല. അതാണ് പ്രത്യേകത. ഇനി നമുക്കിതിൻ്റെ സ്പീഡ് കൂട്ടണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പ്ലേ ബാക്ക് എടുത്തിട്ട് സ്പീഡ് ഒന്ന് കുറക്കാൻ ഇങ്ങനെ ചെയ്താൽ മതി. കൂട്ടാനാണെങ്കിൽ ഇങ്ങനെ ചെയ്യാം. അപ്പം അതിനനുസരിച്ച് ഇവിടെ ഇതിൻ്റെ ടൈമിൽ വ്യത്യാസം വരും. ഇനി നമുക്കിതിൽ വേറെയുള്ളൊരു മാറ്റമാണ് ഇനി പറയാൻ പോകുന്നത്. ഇപ്പോൾ ഇത് നമുക്കിങ്ങനെ വലിപ്പം കൂട്ടൊക്കെ ചെയ്യട്ടോ. അതിനനുസരിച്ച് ഇവിടെ അതിൻ്റെ ലെങ്ത് കൂടി വരും. ഇനി ഈ വീഡിയോയിൽ തന്നെ നമുക്കൊരു ടൈറ്റിൽ ആഡ് ചെയ്യണം എന്ന് വിചാരിക്കാം. ടൈറ്റിൽ ആഡ് ചെയ്യാൻ എന്താ ചെയ്യേണ്ടത്? ടെക്സ്റ്റ് എടുക്കുക, ആഡ് ഹെഡിങ് കൊടുക്കുക. അപ്പോൾ നമുക്ക് ബേഡ്സ് നമ്മൾ കൊടുക്കുകയാണ്. ഉദാഹരണമാണ് ഈ ബേഡ്സ് എന്നുള്ളത് നമ്മൾ കൊടുത്തു. അത് നമുക്ക് ഇവിടെയാണ് വരേണ്ടത്. ഇനി ഇതിന് നമുക്ക് എഫക്റ്റൊക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ എഫക്റ്റ് വേണമെങ്കിൽ കൊടുക്കാം. ഷാഡോ ഒക്കെ വന്നിട്ടുണ്ട്. എങ്ങോട്ടാണ് ഷാഡോ വരേണ്ടത് ഏതൊക്കെ കൊടുക്കാം. ഇനി ബ്ലറാക്കണമെന്നുണ്ടെങ്കിൽ ബ്ലറാക്കി കൊടുക്കാം. ട്രാൻസ്പാരൻസി, അങ്ങനെ പല രീതിയിലുള്ള എഫക്റ്റുകളുണ്ട്. ഇതുപോലെ കൊടുത്തു. ഈ ബേഡ്സ് എന്നുള്ളത് നമുക്ക് ആനിമേഷൻ കൊടുക്കണം എന്ന് വിചാരിക്കുക. എന്ത് ചെയ്യും? നമ്മൾ ഇവിടെ കണ്ടില്ലേ, പല രീതിയിലുള്ള ആനിമേഷൻസ് ഉണ്ട്. അത് നമുക്കിവിടെ കൊടുക്കാം. ഇനി നമുക്ക് ഇവിടെ തന്നെ ഇതിനൊരു ഈ ബേഡ്സ് എന്നുള്ളതിന് അത് വലിപ്പം കൂട്ടാനും കുറക്കാനൊക്കെ ഓപ്ഷൻ ഉണ്ട്. അതൊക്കെ സാധാരണ നമ്മൾ ചെയ്യുന്നതാണ്. ഇനി ഇതിൻ്റെ ഒരു ബോൾഡായിട്ടുള്ള ഒരു കോളത്തിനകത്ത് കാണിക്കണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഷേപ്പ് എടുക്കാം. ഷേപ്പ് എടുത്തിട്ട് നോർമലായിട്ടുള്ള ഷേപ്പ് ഇവിടെ കിട്ടും. ഷേപ്പ് എടുത്താൽ മതി. അപ്പോൾ ഈ ഷേപ്പൊക്കെ കാണാം. ഇതിനോട് സൂട്ടബിൾ ആയിട്ടുള്ളൊരു കളറാണ് ഇപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത്. അത് നമുക്ക് വേണമെങ്കിൽ മാറ്റാം. ഇതിൻ്റെ വലുപ്പത്തിനനുസരിച്ച് ഇത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇനി ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട മറ്റൊരു വിഷയം, നമുക്ക് അത്യാവശ്യത്തിന് അഡ്ജസ്റ്റൊക്കെ ചെയ്യാം കേട്ടോ. ഇനി നോക്കൂ, ഈ വീഡിയോയിൽ മൊത്തം ഈ ഷേപ്പ് കാണിക്കും അല്ലേ? അതിങ്ങനെ അവിടെ വന്ന് ഈ വീഡിയോ കഴിയുന്നത് വരെ അവിടെ ഉണ്ടാവും. അപ്പം നമുക്ക് വേണ്ടത് ഈ വീഡിയോയുടെ തുടക്കത്തിലുള്ള ഇപ്പോൾ ഇത് ഏകദേശം എത്ര സെക്കൻഡാണുള്ളത് എന്ന് നമുക്കിതിൽ നോക്കിയാൽ കാണാം. ഈ വീഡിയോ 7.1 സെക്കൻഡാണുള്ളത്. ഇതിൽ നമുക്ക് വേണ്ടത് ഇത്രയും ഭാഗം, അതായത് ഇപ്പോൾ ഞാനിവിടെ അടയാളം കൊടുത്തിട്ടുള്ള ഇത്ര ഭാഗം, ഈ 2.7 സെക്കൻഡ് സമയം വരെ മാത്രം ഈ ബേഡ്സ് എന്ന് കണ്ടാൽ മതി. അത് കഴിഞ്ഞാൽ അത് അപ്രത്യക്ഷമാവണം. അപ്പോൾ എന്ത് ചെയ്യും? അതിനാണ് നമ്മളിവിടെ നമ്മൾ ആവശ്യമുള്ള സ്ഥലത്ത് കൊണ്ടുവച്ചിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് സ്പ്ലിറ്റ് പേജ് എന്ന് കൊടുക്കുക. സ്പ്ലിറ്റ് പേജ് കണ്ടില്ലേ? സ്പ്ലിറ്റ് പേജ് കൊടുത്തിട്ട് ഇപ്പോൾ ഇവിടെ സ്പ്ലിറ്റ് പേജ് കൊടുക്കും. 2 കഷ്ണമായി. എന്നിട്ട് രണ്ടാമത്തെ ഇതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യാം? ഇത് ഡിലീറ്റ് ചെയ്യാം. ഇനി നമുക്കതൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ആവശ്യം നമ്മുടെ റിക്വയർമെൻറ്റിനനുസരിച്ച്, ഇതൊക്കെ ഓരോരുത്തരുടെ താല്പര്യത്തിനനുസരിച്ചാണ് വരേണ്ടത്. അല്ലോ, വീഡിയോ കുറച്ച് നെറ്റ് സ്ലോ ആയതുകൊണ്ട് ചെറിയൊരു പ്രയാസം ഉണ്ടാവും പ്ലേ ചെയ്യാൻ. പക്ഷെ നമുക്കത് വീഡിയോ ലാസ്റ്റ് എഡിറ്റ് ചെയ്ത് കഴിയുമ്പോൾ മനസ്സിലാവും. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇതിന് സീക്വൻസ് കൊടുക്കാം, ഒരു ട്രാൻസിഷൻ കൊടുക്കാം.
ഒരു ഡിസോൾവിങ് ട്രാൻസിഷൻ കൊടുക്കാം. ഇനി നമുക്കതൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. കണ്ടില്ലേ, ആ ടൈറ്റിലിൻ്റെ ആ ഭാഗം പോയി, അതാണ് ഇവിടെ കാണിക്കുന്നത്. ഇനി നമുക്ക് ഓരോ വീഡിയോകളും മറ്റുമൊക്കെ ഇവിടുന്ന് അപ്ലോഡ് എന്നുള്ള ഓപ്ഷൻ എടുത്തിട്ട് എന്ത് ചെയ്യാം, വീഡിയോസ് അപ്ലോഡ് ചെയ്യാം. ഇമേജസ് വേണമെങ്കിൽ ഇതിൽ കൊടുക്കാം. ഒരു ഇമേജ് ഇതിൽ കൊടുക്കണം എന്ന് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇമേജ് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലാണ് നമുക്കൊരു ഇമേജ് കാണിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് ഇമേജാണ് വേണ്ടതെന്ന് വെച്ചാൽ ആ ഇമേജ് ഇവിടെ കൊടുക്കാം. അപ്പോൾ ഒരു ക്രോൻ്റെ ഇമേജാണ് ഇവിടെ കാണിക്കേണ്ടത്. അപ്പോൾ ആ ക്രോൻ്റെ ഇമേജ് ഇതിലേക്ക് വേണം കൊണ്ടുവരാൻ. ഇവിടെ കൊടുക്കുക. ഇതൊരു ഗ്രാഫിക് ഇമേജ് ആണ്. ഇത് നമുക്ക് സാധാരണ ഒരു ചതുരത്തിലുള്ള ഇമേജ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും കൊടുക്കാം. ഉദാഹരണത്തിന് ഇത് നമ്മളിങ്ങോട്ട് കൊണ്ടുവരും. ഇത് എഡിറ്റിങ് നടത്താം. നമുക്ക് എഡിറ്റ് ഇമേജ് എന്നെടുത്തിട്ട് നമുക്ക് എഡിറ്റ് ചെയ്യാം. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവർ വേണമെങ്കിൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് റിമൂവർ ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളയാം. കണ്ടില്ലേ, ആ കാക്കയുടെ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ കളഞ്ഞു. വളരെ ഈസി ആയിട്ട് കളഞ്ഞത്. ഈ ബാക്ക്ഗ്രൗണ്ട് റിമൂവറൊക്കെ നമുക്ക് അവൈലബിൾ ആവണമെന്നുണ്ടെങ്കിൽ ക്യാൻവയുടെ പ്രീമിയം എടുക്കണം. പ്രീമിയത്തിന് താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ പ്രീമിയം നമ്മൾ ഏറ്റവും ചെറിയ റേറ്റിൽ നിങ്ങൾക്ക് അവൈലബിൾ ആക്കി തരും. അപ്പോൾ ഈ ബാക്ക്ഗ്രൗണ്ട് റിമൂവറൊക്കെ അതിലേ കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ പ്ലേ ചെയ്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ആ വീഡിയോയിൽ ഇപ്പം രണ്ടാമത്തെ പീസ് വീഡിയോയിലാണ് അത് വരിക. ഇനി നിങ്ങൾക്ക് ആ ഇമേജ് തന്നെ ഈ രണ്ടാമത്തെ വീഡിയോയിൽ തന്നെ കുറഞ്ഞ സമയമാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ആ സമയം എത്രയാണോ, ഏത് മുതൽ ഏത് വരെയാണോ നമുക്കത് പ്ലേ ചെയ്ത് കാണിക്കേണ്ടത് എന്നത് നോക്കിയിട്ട് ആ സമയം സെലക്ട് ചെയ്തിട്ട് നമ്മൾ സ്പ്ലിറ്റ് ചെയ്താൽ മാത്രം മതി. ഓക്കെ, ഇത്രേ ഉള്ളൂ. ഇനി നമുക്കിവിടെ വേറെ എന്തെങ്കിലും എഡിറ്റ് ചെയ്ത് കയറ്റണം. അപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു ക്ലാസ് എടുക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ ആ ക്ലാസ് എടുക്കുന്ന വീഡിയോ ആകുന്ന സമയത്ത് ഈ ക്ലാസ് എടുക്കുന്ന സാറ് പറയുന്ന ഭാഗങ്ങൾ ഇങ്ങനെ സ്ക്രീനിൽ കാണിക്കുന്നത് പോലെ കാണിക്കണം എന്നുണ്ടെങ്കിൽ നമുക്കിവിടെ സ്ക്രീനിൻ്റെ പോലെയുള്ള ഒരു ഇമേജ് സെറ്റ് ചെയ്തിട്ട് ആ സമയത്തിനനുസരിച്ച് അത് സ്പ്ലിറ്റ് ചെയ്തിട്ട് അവിടെ നമുക്ക് ആ ടെക്സ്റ്റ് എഴുതി കൊടുക്കുക. ടെക്സ്റ്റ് എന്നുള്ള ഓപ്ഷൻ എടുത്താൽ മതി. എന്നിട്ട് അവിടെ കൊടുക്കുക. അതിൽ ആനിമേഷൻ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആനിമേഷൻ കൊടുക്കാം. അതൊക്കെ ചെയ്യാം. ഇനി നിങ്ങളിപ്പോൾ കൊടുത്തിട്ടുള്ള വീഡിയോക്ക് വോളിയം ഇല്ലാതാക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ മേലെ ഓഡിയോ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അത് എടുത്തിട്ട് എന്ത് ചെയ്യാം, കുറക്കാം. ഓഡിയോൻ്റെ കൂട്ടണമെന്നുണ്ടെങ്കിൽ ഇവിടെ എൻഹാൻസ് ഓഡിയോ എന്നുണ്ട്. അത് ഇവിടെ ഓഡിയോ ഇല്ലാത്തതുകൊണ്ട് ഇവിടെ കാണിക്കണില്ല എന്ന് മാത്രം. അതിവിടെ അങ്ങനെ ഓഡിയോ കുറക്കണം എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് കുറക്കുന്നതൊക്കെ ചെയ്യാം. പറ്റില്ലാതെ മ്യൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യാം. ഓക്കെ, ഇത്രയുള്ളൂ. വളരെ ഈസിയാണ് ഒരു വീഡിയോ എഡിറ്റ് ചെയ്യുക എന്നുള്ളത്. ക്യാൻവയിൽ വളരെ ഈസിയാണ്. മറ്റുള്ള സോഫ്റ്റ്വെയറുകളെ അപേക്ഷിച്ച് ചെറിയ കോംപ്ലക്സിറ്റി ഉണ്ടെങ്കിലും കുറേ ഫീച്ചേഴ്സ് കുറവാണെങ്കിലും ഒരു നോർമൽ വീഡിയോ എഡിറ്റിംഗ് ഉദ്ദേശിക്കുന്ന ആൾക്ക് ക്യാൻവ തന്നെ ധാരാളമാണ്. വളരെ ഈസിയാണ്. ഇനി നമുക്കിത് സേവ് ചെയ്യണം. ഞാനിപ്പോൾ ഇതിൽ കാര്യമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. അതൊക്കെ ബേസിക്കൽ എലമെൻറ്റ്സ് മാത്രം പറഞ്ഞ് നിർത്തുകയാണ്. ഇനി ഇതിലേക്ക് ഓഡിയോ കയറ്റണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അപ്ലോഡ് എടുക്കുക, ഓഡിയോ എടുക്കുക. അപ്പോൾ നമുക്കൊരു ഒരു പാട്ട് നമുക്ക് നോക്കാം. നേച്ചറുമായി ബന്ധപ്പെട്ട ഒരു പാട്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഇവിടെ ഓഡിയോ എടുത്ത് ആ പാട്ട് നമ്മളിതിലേക്ക് കൊണ്ടുവരിക. അത് ഇവിടെ കൊണ്ടുവന്നിട്ട് ഇവിടെ വെക്കുക. അല്ലോ, ഇത് നമുക്ക് എന്ത് ചെയ്യാം, അങ്ങനെ കൊണ്ട് മാറ്റാം. ആ ഓഡിയോക്ക് നമുക്ക് ഇത്ര ഭാഗങ്ങളെ ഇതിൽ പ്ലേ ആവുള്ളൂ. അത് നമുക്ക് ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യാം, സ്പ്ലിറ്റൊക്കെ ചെയ്യാം. ഇനി ഇവിടെ ഈ ഓഡിയോ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ അഡ്ജസ്റ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അതിൽ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാം. ഓഡിയോൻ്റെ എഫക്റ്റ് ഉണ്ട്, എഫക്റ്റ് കൊടുക്കാം.
ഇപ്പോൾ ഇങ്ങോട്ട് മാത്രം ഈ ഓഡിയോ മതി എന്നുണ്ടെങ്കിൽ അത്രക്ക് സെറ്റ് ചെയ്താൽ മതി. ഇനി ഇവിടേക്ക് വേറെ ഓഡിയോ വേണ്ടതെന്നുണ്ടെങ്കിൽ ആ ഓഡിയോ ഇവിടുന്ന് വേറെ എടുത്ത് കൊണ്ടുവരാം. അതാണ് ചെയ്യേണ്ടത്. ഓക്കെ, ഓഡിയോൻ്റെ കാര്യങ്ങളും മനസ്സിലായി. ഇപ്പോൾ ഓഡിയോ ഇവിടെ ഉണ്ട്, അതിവിടെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഓഡിയോ കിട്ടും കേട്ടോ. ഓക്കെ, പിന്നെ സ്പ്ലിറ്റ് ഓഡിയോ എന്ന് എടുത്താൽ സ്പ്ലിറ്റ് ചെയ്യാം. ഇത്ര ഭാഗം മതി ഇവർക്ക്. പിന്നെ ബാക്കിയുള്ള ഭാഗം ഇങ്ങോട്ടാണ് വേണമെന്നുണ്ടെങ്കിൽ അത് ഇങ്ങോട്ട് കൊണ്ടുവരാം. ഇത് നമുക്ക് ആവശ്യമില്ലാത്തതുകൊണ്ട് അത് ഡിലീറ്റ് ചെയ്യുന്നു. ഉണ്ടല്ലേ, അത്രേ ഉള്ളൂ. വളരെ ഈസിയാണ്. ഓഡിയോ കയറ്റുന്നത് നമുക്ക് മനസ്സിലായി. ഇനി നമുക്കിത് സേവ് ചെയ്യണം, ഒരു വീഡിയോ ആയിട്ട് സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൽ നമുക്ക് നമ്മുടെ ഇൻട്രോ വീഡിയോ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇൻട്രോ വീഡിയോ ഇതിൽ അപ്ലോഡ് ചെയ്താൽ മതി. അപ്ലോഡ് ചെയ്തിട്ട് ആ വീഡിയോയിലേക്ക് കൊണ്ടുവരാം. എന്നിട്ട് അത് ഇവിടെ സെലക്ട് ചെയ്യുക. അത്രേ ഉള്ളൂ. വളരെ ഈസി ആയിട്ട് ചെയ്യാം. എങ്ങോട്ടാണ് കൊണ്ടുവരുന്നത്? ഇപ്പോൾ ഈ വീഡിയോ ഇങ്ങോട്ട് മാറ്റണമെന്നുണ്ടെങ്കിൽ ഇത് ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ മതി. ഇങ്ങോട്ട് മാറും. ഇത് ഇങ്ങോട്ട് മാറണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ നടുവിലേക്ക് ആക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യാം. ഇതിനെല്ലാം ഉള്ള ഓപ്ഷൻ ഇതിൽ അവൈലബിൾ ആണ്. ഇനി നമുക്കിത് ഡൗൺലോഡ് ചെയ്യണം. വീഡിയോ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ ഷെയർ എടുക്കുക. ഇവിടെ ഡൗൺലോഡ് എന്നുള്ള ഓപ്ഷൻ കാണാം, അതെടുക്കുക. ഇവിടെ MP4 വീഡിയോ ആയിട്ടാണ് വന്നിട്ടുണ്ടാവുക. ഈ 3 വീഡിയോ ഇതിൽ ഉൾപ്പെടുന്നുണ്ടെങ്കിൽ 3 വീഡിയോ സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്ന് മാത്രം മതിയെങ്കിൽ അങ്ങനെ സെലക്ട് ചെയ്യുക. എല്ലാ ഓപ്ഷനും ഉണ്ട്. ഡൗൺലോഡ് കൊടുത്തു കഴിഞ്ഞാൽ വീഡിയോ ഓട്ടോമാറ്റിക്കലി ഡൗൺലോഡാകും. അതോടുകൂടെ ഒരു വീഡിയോ നമുക്ക് ഈസി ആയിട്ട് എഡിറ്റ് ചെയ്ത് നമുക്ക് കിട്ടുക. ഇതൊക്കെ കംപ്ലീറ്റ് ഓൺലൈനാണ്. നമ്മളവിടെ ചെയ്യുന്നതെല്ലാം ഓട്ടോമാറ്റിക്കലി സേവ് ആവും. പിന്നീട് നമുക്ക് എപ്പോൾ വേണമെങ്കിലും ആക്സസ് ചെയ്യാം. അതിന് നമുക്ക് ഒരു പേര് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ പേര് കൊടുക്കാം. ബേഡ്സ് എന്നുള്ളതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതൊക്കെ മാറ്റിയിട്ട് നാച്ചുറൽ ആണെങ്കിൽ നാച്ചുറൽ എന്നൊക്കെ കൊടുക്കാം. ആ പേര് സേവ് ആക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അത് എടുത്ത് ഡൗൺലോഡ് ചെയ്യാം. വളരെ ഈസിയാണ്. ഇതിപ്പോൾ ഇവിടെ ഡൗൺലോഡ് ആവുന്നുണ്ട്. ഇത് ആദ്യം സിസ്റ്റത്തിലേക്ക് ഡൗൺലോഡ് ആവും, അതിന് ശേഷം നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് ഡൗൺലോഡ് ആവും കാണിക്കുന്നത്. ഇവിടെ ഡൗൺലോഡ് കംപ്ലീറ്റ് ആയി. ഇനി ഇതായും കൂടെ ഡൗൺലോഡിങ് ആരംഭിച്ചു. ഇത്രേ ഉള്ളൂ. വളരെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇത് ഡൗൺലോഡ് ചെയ്തെടുക്കാം. അപ്പോൾ ക്യാൻവയിലെ എഡിറ്റിംഗ് വളരെ ഈസിയാണ്. നമുക്ക് കൊടുക്കേണ്ടതിനനുസരിച്ച് നമുക്കിവിടെ സ്പ്ലിറ്റ് ചെയ്യാം. അത് ഓഡിയോ അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ ഓഡിയോ അഡ്ജസ്റ്റ് ചെയ്യാം, വോളിയം അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ വോളിയം അഡ്ജസ്റ്റ് ചെയ്യാം, വീഡിയോയുടെ വോളിയം കൂട്ടണമെങ്കിൽ കുറക്കണമെങ്കിലൊക്കെ ഉള്ള ഓപ്ഷൻ ഉണ്ട്. എല്ലാം ഉണ്ട്. ട്രിം ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, സ്പ്ലിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, പ്ലേ ബാക്ക് കൂട്ടാനും കുറക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്, ആനിമേഷൻ കൊടുക്കാം, പൊസിഷനിങ് ഒക്കെ മാറ്റാം, എല്ലാം ചെയ്യാം. എല്ലാം അവൈലബിൾ ആണ് ക്യാൻവയിൽ. നമുക്കത് ആ ഡൗൺലോഡ് ചെയ്ത വീഡിയോ ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. അപ്പോഴാണ് കൃത്യമായിട്ട് വർക്കാവുണ്ടോ എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. ഓപ്പൺ വിത്ത് ഉണ്ടല്ലേ. നമ്മൾ വളരെ സ്പീഡിലാണ് കൊടുത്തിട്ടുള്ളത്, അതുകൊണ്ടാണ് സ്പീഡിൽ കാണിച്ചത്. നമുക്ക് സ്പീഡ് ഒഴിവാക്കിയിട്ടില്ലാത്തതുകൊണ്ട് വോളിയം ഇതിൽ കാണിക്കുന്നുണ്ട്. പിന്നെ ഭയങ്കരമായ സ്പീഡിലാണ് കൊടുത്തിട്ടുള്ളത്. ആ ഡിസോൾവിൻ്റെ ഇതൊക്കെ കണ്ടില്ലേ, ആ ട്രാൻസിഷൻ, ഇവിടെ ഒരു ട്രാൻസിഷൻ വളരെ ഫാസ്റ്റാണ്. ഇത് ഫാസ്റ്റ് കൂട്ടിയതാണ്. അപ്പോൾ അതിൻ്റേതായ മാറ്റങ്ങൾ അവിടെ കാണും. നമ്മൾ എന്താണോ ചെയ്യുന്നത് അതിൻ്റെ റിസൾട്ടാണ് നമുക്ക് കിട്ടുക. അപ്പോൾ ഇങ്ങനെയാണ് ക്യാൻവയിൽ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് എന്ന് നമുക്ക് വളരെ ഈസി ആയിട്ട് പഠിക്കാൻ കഴിഞ്ഞു. താങ്ക് യു. അപ്പോൾ ഈ ബാക്ക്ഗ്രൗണ്ട് റിമൂവർ അങ്ങനത്തെ ഒരുപാട് ഓപ്ഷൻസ് ഇതിൽ ഓൾറെഡി ഉണ്ട് എഡിറ്റ് വീഡിയോയിൽ. അതൊക്കെ നിങ്ങൾക്ക് ലഭ്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു പ്രീമിയം കസ്റ്റമർ ആയിരിക്കണം. പ്രീമിയം ലഭിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പ്രീമിയത്തിന് നമ്മളോട് ചോദിക്കാം. നമ്മൾ പ്രീമിയം ഇവിടുന്ന് ആക്സസ് ചെയ്ത് തരുന്നതാണ്. വളരെ ഈസിയാണ് ഇങ്ങനത്തെ പ്രീമിയം ഒക്കെ ആക്സസ് ചെയ്യാൻ. ഇങ്ങനത്തെ വീഡിയോസൊക്കെ ഇഷ്ടംപോലെ ഇതിൽ അവൈലബിൾ ആണ്. അതൊക്കെ നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ, ഫ്രീ ആയിട്ട് ഉപയോഗിക്കാൻ പ്രീമിയം എടുക്കുക. പ്രീമിയം വളരെ ചെറിയ തുകയിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. താല്പര്യമുള്ളവർക്കൊക്കെ കോൺടാക്റ്റ് ചെയ്യാം. താങ്ക് യു.